Respected garden planters, ഈ സ്പൈസസ് ക്രാപ്പിന്റെ ക്യൂൺ നമ്മുടെ ഏലം അല്ലേ? അപ്പോ ഈ ക്യൂന് എങ്ങനെ ഈ സമ്മർ കാലത്തെ ക്രാപ്പ് പ്രൊഡക്ഷൻ ചെയ്യുന്നെന്ന് ഞാൻ പറയാൻ പോവാം. ഇപ്പോ നമ്മുടെ ഏലത്തിന്റെ മെയിൻ വേര്, ഈ വേര് നന്നായിട്ട് നമുക്ക് നിൽക്കണം. വേര് ഉണ്ടെങ്കിൽ മാത്രം പോരാ. ഈ വേരിലിരുന്ന് വെള്ളം വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ വെള്ളത്തോടെ ചേർന്ന ഈ ന്യൂട്രിയൻസും നമുക്ക് വേര് വലിച്ച് കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുന്ന ടിഷ്യൂ സൈലം പ്ലോയം അങ്ങനെ പറയുന്ന ടിഷ്യൂ, ഈ ടിഷ്യൂ നമ്മുടെ സ്റ്റെമ്മിന്റെ മൊത്തം ഈ സൈറ്റോപ്ലാസം ഫുള്ള് മൊത്തം കാണും. ഇത് കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ന്യൂട്രിയൻസ് വേര് മൂലമായിട്ട് വലിച്ച് മണ്ണിലിരുന്ന് വലിച്ച് ഇലയ്ക്കും മറ്റു ഭാഗത്തേക്കും ഈ ചരം കായ് എല്ലാ ഭാഗത്തേക്കും ഈ നാവ് എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകും. അങ്ങനെ ഇത് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് ചെടിക്ക് സൈലം പ്ലോയം ടിഷ്യൂ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ സൈലം പ്ലോയം നന്നായിട്ട് നിൽക്കണമെങ്കിൽ അപ്പോൾ ചെടി പച്ചയായിട്ട് നിൽക്കണം. ഒരു ചെടി കറക്റ്റ് കാണുമ്പോൾ പച്ച ഉണ്ടെങ്കിൽ മാത്രം അവിടെ സൈലം പ്ലോയം ടിഷ്യൂ നന്നായിട്ട് ഉണ്ട്. അപ്പോൾ വേരും ഉണ്ട്. അങ്ങനെ വേര് ഉണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ, ഈ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മെത്തേഡ് കറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്താ നമുക്ക് റെസിസ്റ്റന്റ് കിട്ടും. അപ്പോൾ ഒരു പ്ലാന്റ്സ് നോക്കുമ്പോൾ വേര് ഈ പച്ചை ആൻഡ് ഈ ഡിസീസ് ഇല്ലാതെ ലീഫ്, ഈ ഫിസേരിയം ഇല്ലാതെ ലീഫ്സ്, ഇലകരിച്ചിൽ ഇല്ലാതെ പ്ലാന്റ്സ് ഇത് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഈ ചൂട് നല്ലത്. ഇതുപോലെ ചൂട് കൂടുതൽ നമുക്ക് അടിച്ചാലും ഒരു ചെടി ഈ കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ ചൂട് കൊണ്ട് തൊന്തരവും ഇല്ല. ഈ സൺലൈറ്റിലിരുന്ന് പവറെ ചെടി വലിച്ച് നമുക്ക് ഇൻഓർഗാനിക് പവർ കൊടുക്കും. അപ്പോൾ എത്ര ചൂട് വന്നാലും ആ ചൂട് താങ്ങി നമുക്ക് ചെടി ഒരു ഡെവലപ്മെന്റ് കാണിക്കുന്ന ഒരു സംഭവം ചെടി ചെയ്യും. പല ആൾക്കാർ നമുക്ക് ഈ ചൂട് സമയത്ത് ചെടിക്ക് വളം ഏതും ചെയ്യുന്നില്ല. അവർക്ക് പേടി. കാരണം ഈ ചൂട്, ഭയങ്കര ചൂട് സമയത്ത് വളം ഒന്നും വലിക്കത്തില്ല. ഈ ചൂട് സമയത്ത് എങ്ങനെ നമുക്ക് വളം ഇടുന്നത്, ഇട്ടാ ചെടി വലിക്കുവോ, അങ്ങനെ സംശയം കൂടുതൽ ആൾക്കാർക്ക് ഉണ്ട്. അത് തെറ്റ്. ഈ വേര് നന്നായിട്ട് ഉണ്ടെങ്കിൽ എന്ത് വളം കൊടുത്താലും ഈ സമയത്ത് ചെടി വലിക്കും. ബട്ട് കറക്റ്റ് കൊടുക്കുന്ന വളം നൈട്രജൻ 1%, ഫോസ്ഫറസ് 1%, പൊട്ടാസ് 2% കോമ്പിനേഷൻ വളം കൊടുക്കണം. இதுதான் ഏലത്തിന്റെ ഒരു ഫെർട്ടിലൈസർ. NPK 1:1:2 മെത്തേഡിൽ നമുക്ക് ഒളിക്കണം. ഇട്ട് കൊടുക്കുന്നത് വളം സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുന്നത് കളക്കി ഒളിക്കണം. അങ്ങനെ ഒളിച്ചാൽ 100% വേര് വലിച്ച് ഈ ആരോഗ്യമുള്ള ചെടി ഉണ്ടെങ്കിൽ എല്ലാ ഭാഗവും പോയിട്ട് എത്ര ചൂട് വന്നാലും റെസിസ്റ്റൻ്റോടെ ചെടി വളർച്ച കാണിക്കും, കാ പിടിക്കും, ചിമ്പ് ഉണ്ടാകും, ചരത്തിൻ്റെ പൊക്കം വരും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫീൽഡിൽ, ഞാൻ കൺസൾട്ടിങ് ചെയ്യുന്ന ഈ ഫീൽഡിൽ ഈ വേര് നന്നായിട്ട് ഉണ്ട്, സിമ്പും വന്നിട്ടുണ്ട്. സറം ഈ 2 മാസം ഈ 60 ദിവസ ചൂടില് കംപ്ലീറ്റ് വളർച്ച, ഈ സറത്തിൻ്റെ ഹൈറ്റ് 3 അടി 2.5 അടി ഉണ്ടാണ് ചരം ഇപ്പോൾ 5 അടി വരെ ഹൈറ്റ് വന്നു. ഇത് എങ്ങനെ വന്നിട്ടുണ്ട്? ഈ സമ്മർ കാലത്ത് എങ്ങനെ വന്നിട്ടുണ്ട്? അപ്പോൾ വേര് നന്നായിട്ടുമുണ്ട്. സൈറ്റോപ്ലാസം ആൻഡ് സൈലം പ്ലോയം നന്നായിട്ട് ഉണ്ട്. സോ നമുക്ക് ഈ വേരിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നം, എന്തെന്ത് പ്രശ്നം ഉണ്ടാകും? മാക്സിമം വേർപുഴു, മീലി ബഗ്, കൂടുതൽ പ്രശ്നം നെമറ്റോഡ് ആൻഡ് റൂട്ട് റാട്ട്, വേർ അഴുകൽ,
അങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രശ്നം മാത്രമുണ്ട്. അപ്പോൾ ഈ നെമറ്റോഡ് മീലിബഗ് വേർപുഴു കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഫീൽഡിൽ ഞാൻ കൊടുത്തത് ജനുവരി തുടക്കത്തിൽ നെമറ്റോഡ് കൺട്രോൾ ചെയ്യാനായിട്ട് മെനറ്റോഡ്, അതുകൂടെ വാം പൗഡറായിട്ടുള്ള റാഫൽ, അങ്ങനെ രണ്ടും ചേർത്ത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അതോട് ഫുൾ കൺട്രോൾ, നെമറ്റോഡ്, റൂട്ട് ഗ്രബ്സ് ആൻഡ് മീലിബഗ് ഫുൾ കൺട്രോൾ പക്ക വേറായിട്ടുണ്ട്. അപ്പോൾ அந்த மாதிரி வேர் ஆயா மாத்திரம்தான் வளம் கொடுத்து ഇല്ലെങ്കിലും കൂടെ നമുക്ക് കൊടുക്കുന്ന വെള്ളം ആവത് വളിച്ച് ചെടിക്ക് കൊടുക്കും. അപ്പോൾ വേര് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെമ്പിൻ്റെ കരുത്ത്, ഈ ഗ്രീൻ, അതിൻ്റെ കാരണം ഈ സൈലോം പ്ലോയം ആരോഗ്യമായിട്ട് ഉള്ള കാരണം ഈ ഫിസേരിയം കയറാതെ കറക്റ്റ് ഫംഗിസൈഡ് അടിച്ചിട്ടുണ്ട്. സിസ്റ്റമിക് കോണ്ടാക്ട് കളந்த ഫംഗിസൈഡ് ഒവ്വൊരു പ്രാവശ്യം മറന്ന് ചെയ്യുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വേര് കറക്റ്റ് ഇരുന്നും ഈ ഫിസേരിയം കറക്റ്റ് കൺട്രോൾ ചെയ്തും നമ്മുടെ കെമിക്കൽ കോമ്പിനേഷൻ തെറ്റാன കെമിക്കൽ നിങ്ങൾ ചെയ്യുമ്പോൾ, അപ്പോൾ ഈ സറപ്പുൾ കൺട്രോൾ ചെയ്യാനായിട്ട്, ഈ ബോറർ കൺട്രോൾ ചെയ്യാനായിട്ട്, ഈ ഫിസേരിയം കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർത്ത് തെറ്റാன കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഈ സറത്തിൻ്റെ കമറൽ, ചെടിയുടെ ഈ പച്ചൈ കംപ്ലീറ്റ് മാറിപ്പോയിടും. സറത്തിൻ്റെ കമറൽ കൂടിപ്പോകും, ചെടിയുടെ പച്ചൈ മാറിപ്പോകും. അപ്പോൾ കറക്റ്റ് കോമ്പിനേഷൻ മറന്ന് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂപ്പർ സെസ്റ്റ് പൈഫൻട്രീൻ കോമ്പിനേഷനിൽ ഈ ബോറർ, ത്രിപ്സ്, മൈറ്റ്സ്, സ്കെയിൽ കൺട്രോൾ ആക്കാനായിട്ട് മരുന്ന് അടിച്ചത് കൊണ്ട് ഈ ഫീൽഡിൽ സറപ്പുൾ ഏതില്ല, സ്കെയിലില്ല, ബോററില്ല, പക്കാവായിട്ട് നിൽക്കുന്നുണ്ട്. മരുന്ന് അടിച്ചിട്ട് ഇന്നോട് 40 ദിവസമായി ഈ ഫീൽഡിൽ. ഈ സൂപ്പർ സെസ്റ്റിൽ ഉള്ള പൈഫൻത്തിനോട് ചേർന്ന ഈ ഫില്ലിംഗ് മെറ്റീരിയൽ ഈ ഗ്രീൻ, ചെടിക്ക് ഗ്രീൻ കൊടുക്കുന്ന, ഈ സൈലം പ്ലോയത്തിൻ ആരോഗ്യം കൊടുക്കുന്ന സാധനം ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ലേബിൾ ക്ലെയിമിൽ പറഞ്ഞിട്ടില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ കൊടുത്ത് കണ്ടുപിടിച്ച ഈ സാധനം ഏലത്തിൻ്റെ എക്സലൻ്റ് റിസൾട്ട് ഈ സമ്മർ സമയത്തെ. ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെള്ളം വെളിച്ചിട്ട് വളർച്ച കാണിക്കുമ്പോൾ അതിൻ്റെ മുഴുത്തിറൻ കാണിക്കുന്നുണ്ട്. അത്ര വളർച്ച, സറത്തിൻ്റെ അത്ര വളർച്ച വന്നിട്ടുണ്ട്. തട്ടയ്ക്ക് നല്ല ഗർത്ത് വന്നിട്ടുണ്ട്, സ്റ്റംബോറർ ഇല്ലാതെ കൊണ്ട്. ഇതോടെ ചേർത്ത് ഫംഗിസൈഡും സിസ്റ്റമിക് ഫംഗിസൈഡ് കോണ്ടാക്ട് സിസ്റ്റമിക് കൊടുത്തിട്ടുണ്ട്. അടിപൊളി മാറ്റം വന്ന റീസൺ ഇത് മാത്രം. 1. 2, ഞാൻ ഈ വേരും ഈ ചെടിയും നന്നായിട്ട് ഉള്ളത് കൊണ്ട് ഇവിടെ DAP, ഈ നോവ കമ്പനിയുടെ ഈ സെലക്റ്റഡ് ഫാമിലുള്ള DAP, ഗ്ലൂക്കോസ് മാതിരി അളുങ്ങുന്ന ഈ സാധനം DAP, പൊട്ടാഷ്, അതുകൂടെ ഗ്രീൻ മിറാക്കൽ, അതുകൂടെ ഗിൽഡ്, അങ്ങനെ മൈക്രോറൈസ ബാക്ടീരിയ, അങ്ങനെ 4 സാധനവും 2 പ്രാവശ്യം ജനുവരി ഫെബ്രുവരി 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിമ്പിൻ്റെ വളർച്ച കുറവില്ല. അടുത്തടുത്ത സിമ്പ് വരാൻ തുടങ്ങുന്നുണ്ട്. കായ് പക്ക ബോൾഡായിട്ട് കായും കിട്ടുന്നുണ്ട് ഈ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ. ഈ പൊട്ടാഷ്യം കൂടുതൽ, ഈ 400 ഗ്രാം കൊടുക്കുന്ന ഈ K41 നോവ പൊട്ടാസിൻ്റെ ഈ പൊട്ടാസ് കണ്ടന്റ് ജാസ്തി. അപ്പോൾ அந்த പൊട്ടാസ് ജാസ്തി ആകുമ്പോൾ, പൊട്ടാസ് സമ്മർ സമയത്ത് കൂടുതൽ കൊടുത്താൽ ചെടിക്ക് ഒരു ടെമ്പറേച്ചർ കൂളിംഗ് കിട്ടും. എത്ര ചൂട് വന്നാലും ഈ പൊട്ടാസ് കൊടുക്കുമ്പോൾ കൂൾ ടെമ്പറേച്ചർ ചെടിക്ക് കിട്ടും. അതോട് PRS, പ്ലാന്റ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ പൗഡർ, ഇവിടെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2ാമത് പ്രാവശ്യം അപ്ലൈ ചെയ്യാൻ പോവുക. അപ്പോൾ ഈ PRSും കൂടെ എക്സസ് കൊടുക്കുമ്പോൾ മണ്ണിൽ കാർബൺ കൂടുതൽ ഡെവലപ്പ് ആകും.
കാർബോഹൈഡ്രേറ്റ്, ഇതിൻ്റെ ഉള്ള കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൂടുതൽ ഉള്ള ഈ സാധനം മണ്ണിൽ ചേരുമ്പോൾ ഫോട്ടോസിന്തസിസ് നന്നായിട്ട് നടക്കുന്നുണ്ട്. കൂടുതൽ ചൂട് കൂടെ സൺലൈറ്റിൽ നിന്ന് വരുന്ന പവറെ കൂടെ ഇത് പോസിറ്റീവ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ PRS ഒളിച്ച ആൾക്കാർ എല്ലാവർക്കും സാധനം ഇഷ്ടപ്പെട്ടു. രണ്ടാമത് പ്രാവശ്യം ഒളിക്കാൻ എല്ലാവരും തുടങ്ങി. അടിപൊളി റിസൾട്ട് ഈ PRS എല്ലാവരും ഉപയോഗിച്ച് ഈ സമ്മറിലിരുന്ന് തപ്പിക്കണം. അതോടെ ഈ ജൂൺ തൊട്ട് ഡിസംബർ വരെ മഴക്കാലത്തിൽ ജീവിച്ച നമ്മുടെ ഏലച്ചെടി പട്ടിന് ചൂട് മഞ്ഞു മാറി ഇപ്പം ഭയങ്കര ചൂട് വരുന്ന സമയം ഓട്ടോമാറ്റിക്കലി ചെറിയ സ്ട്രെസ് കാണിക്കും. പട്ടിന് ചേഞ്ചസ് ക്ലൈമറ്റ് ആകുമ്പോൾ സ്ട്രെസ് കാണിക്കും. ഈ സ്ട്രെസ് മാറാനായിട്ട് ഈ PRS പക്ക സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ PRSൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് റിസൾട്ട് ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയും. ഉപയോഗിച്ച ആൾക്കാർ സെക്കൻഡ് ട്രിപ്പ് ഒളിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതോടെ മൈക്രോ ന്യൂട്രിയൻസ് ഈ സമയത്ത് ചെടിക്ക് ഒരു മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ഈ ജിങ്ക്, ബോറാണ്, മാലിബ്ഡിനം, കാപ്പർ അങ്ങനെ പറയുന്ന ഈ 8 ടൈപ്പ് ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മണ്ണിൽ ഈ സമയത്ത്, ഈ ചൂട് സമയത്ത് മൈക്രോ ന്യൂട്രിയൻസ് കാണുന്നില്ല. അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കണം. അതോടെ ഈ സ്ട്രെസ് റിലീസാക്കാനായിട്ട് ഇന്നൊരു വിഷയവും ഒരു ടെക്നിക്കുണ്ട്, ജിബ്രാലിക്. ഈ ജിബ്രാലിക്കോടെ ചേർന്ന ഈ മൈക്രോ ന്യൂട്രിയൻസ് നമുക്ക് நிறைய കമ്പനീസ് കൊടുക്കുന്നുണ്ട്. ബെസ്റ്റ് ഫോം സൈം എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് ഉണ്ട്, ഭയങ്കര ചേഞ്ചസ്. ഇത് കൊടുക്കുമ്പോൾ ചെടിക്ക് 100% മൈക്രോ ന്യൂട്രിയൻസും പ്ലസ് ജിബ്രാലിക് ആസിഡിൻ്റെ പവറും ചെടിക്ക് കിട്ടുമ്പോൾ പക്ക ഗ്രീൻ ഈ ചെടിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ചെടി ഫോം സൈം ആപ്ലിക്കേഷൻ ചെയ്ത പ്ലാന്റ്സ്. അതോടെ ഇപ്പോൾ நிறைய പ്ലാന്റേഴ്സ് ഈ സ്കെയിൽ പൂച്ചി, ഈ പൂപ്പൽ എന്ന് പറയുന്ന ഈ സ്കെയിൽ പൂച്ചി കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ സൾഫർ ഡൈമെത്തിയേറ്റ് അങ്ങനെ കെമിക്കൽ ചെയ്തിട്ട് തെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൾഫർ എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡ് ആൻഡ് അക്കാരിസൈഡ്. ഈ കെമിക്കൽ അടിച്ചാൽ ഈ സ്കെയിൽ 100% കൺട്രോൾ കിട്ടും. അതോട് ഈ അക്കാരിസൈഡ് നമ്മുടെ ഏലത്തിൻ്റെ സെൻസിറ്റീവ് ക്രോപ്പാണ്, ഏലത്തിൻ്റെ സെൽസ് മൊത്തം ഡാമേജ് ആവും. സറത്തിൻ്റെ കമറൽ കംപ്ലീറ്റ് കയറും, ചെടിയുടെ പച്ച മാറും. അങ്ങനെ ചെയ്തിട്ട് ഒരു ചെറിയ വിഷയം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു വർഷത്തിൻ്റെ ലോസ് ചെയ്യേണ്ട. ക്ലീൻ കവാത്ത് എടുക്കുക. ഈ പഴയ ഈ ഇല മൊത്തം എടുത്ത് ക്ലീൻ കവാത്ത് എടുത്തിട്ട് സൂപ്പർ സെസ്റ്റ് കെമിക്കൽ പിനാക്കലോടെ ചേർന്ന് ഈ സൂപ്പർ സെസ്റ്റ് കെമിക്കൽ അടിച്ച് കംപ്ലീറ്റ് സ്കെയിൽ, ബോറർ, തെരിപ്സ്, സ്റ്റെം ബോറർ മൊത്തം കൺട്രോൾ ആക്കുക. ഇങ്ങനെ സൾഫറും ഡൈമെത്തിയേറ്റ് കെമിക്കലും അടിച്ച് ചെടിയെ വീണാക്കരുത്. അതോട് മെയിൻ മാറ്റർ, ഈ ചൂട് സമയത്ത് മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഡോർമൻസി പീരീഡിൽ ഇരിക്കുന്ന ഈ നെമറ്റോഡിൻ്റെ എഗ്സ് ഈ പുതുമഴ കിട്ടുമ്പോൾ പട്ടിന് വിരിയും. കംപ്ലീറ്റ് 100% മഴ തുടങ്ങിയ പിറക് ഉണ്ടാകും, നെമറ്റോഡ്സ് അറ്റാക്ക് ആകും. ആ സമയത്ത് ഈ മഴ തുടങ്ങിയ ശേഷം നമുക്ക് നെമറ്റോഡും റാഫലും ചേർത്ത് ഒളിച്ച് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിട്ട് ഈ വേര് കേട് ആകാതെ നിർത്തുക. എങ്ങനെ നിർത്തി ഞാൻ പറയുന്ന ഈ ടെക്നിക് എല്ലാം ചെയ്ത് നെക്സ്റ്റ് ഇയർ നല്ല ഈൽഡ് എല്ലാവരും എടുത്ത് രക്ഷപ്പെടുക. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടണം ഓർത്ത് ഞാൻ ഈ വീഡിയോ വിട്ടിട്ടുണ്ട്. താങ്ക് യു മൈ ഡിയർ റെസ്പെക്റ്റഡ് ഗാർഡമം പ്ലാന്റേഴ്സ്.